ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ ഇത്രയും നേരം വൈകിയതിൻ്റെ കാരണം സർ എടുക്കാമെന്നാണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്, അതായത് ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് സർ എടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ സർ മീറ്റിങ്ങിന് പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് എടുക്കുന്നത്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഹിന്ദിയാണ് എടുക്കുന്നത്. ജിസ് ഗലീമേ മേ രഹത്താവും, ഏത് സ്ട്രീറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ജിസ് ഗലീമേ മേ രഹത്താവും, ഏത് സ്ട്രീറ്റിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു ലെസനാണ് എടുക്കാൻ പോണത്. അതൊരു മിർസ ഗാലിബ് എന്ന് പറഞ്ഞ ഒരു ഉറുദുവിൽ കവിത എഴുതുന്ന ആളാണ് മിർസ ഗാലിബ് എന്ന് പറഞ്ഞത്. ആൾ കവിത എഴുതുമ്പോൾ മിക്ക വേർഡ്സും യൂസ് ചെയ്യുന്നത് ഉറുദു വേർഡ്സ് ആണ്. ഏറ്റവും ഫേമസ് ആയ പേരുകേട്ട ഒരു ഉറുദു കവിയാണ് മിർസ ഗാലിബ് എന്ന് പറയുന്നത്. ആൾ എഴുതിയ ഒരു ഡയറിയുടെ പറ്റിയിട്ടാണ് നമ്മൾ, അതായത് സ്വതന്ത്ര ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിൽ സ്വതന്ത്ര സമരത്തിൻ്റെ സമയത്ത് എഴുതിയ ഒരു ഡയറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. അപ്പോൾ ലെസണിലേക്ക് നമുക്ക് വരാം. ജിസ് ഗലീമേ മേ രഹത്താവും, ഏത് സ്ട്രീറ്റിലാണ് ഞാൻ ജീവിക്കുന്നത്. എഴുതിയത് മിർസ ഗാലിബ്. ഇതൊരു ഡയറിയാണ്. अंग्रेजों ने दिल्ली में आते ही सीधे साधे लोगों को मारना शुरू कर दिया. अंग्रेजों मीन्स ബ്രിട്ടീഷേഴ്സ്, അതായത് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്ന് ഡൽഹിയിലാണ്, അതിനെ ഹിന്ദിയിൽ പറയുമ്പോൾ ദില്ലി എന്ന് പറയും. അംഗ്രേജോ നെ ദില്ലി മേ ആത്തേ ഹി സീതേ സാധേ എന്ന് പറഞ്ഞത് പാവമായ ആൾക്കാർ, അതായത് സ്ട്രേറ്റ് ഫോർവേഡ് ആയ ആൾക്കാർ, സാധു മനുഷ്യന്മാരെ ലോകോങ്കോ മാർന ശുരു കർ ദിയ, അവരെ കൊല്ലാൻ തുടങ്ങി. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് അവരെ കൊല്ലാൻ തുടങ്ങി. ഉन्होंने गरीबों के घर भी जला दिए. അവർ പാവപ്പെട്ട ഈ അംഗ്രേജോ മീൻസ് ബ്രിട്ടീഷേഴ്സ് പാവപ്പെട്ട ആൾക്കാരുടെ വീടും കത്തിച്ചു. ഘറോമേ ഗോറോ ആണ്, ഗറോ അല്ല, ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഗറോ മാതിരി തോന്നി. ഗോറോ കെ ഡർ സെ ദില്ലി വാലോ മേ ഭഗ്ദഡ് മച്ച് ഗയി. ഗോരോ മീൻസ് വെള്ള ആൾക്കാരെ, ഗോരോ എന്ന് ഹിന്ദിയിൽ പറഞ്ഞത് വെള്ളാമ്പിച്ച ആൾക്കാരെ. ഈ ബ്രിട്ടീഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്യുവർ വൈറ്റ് കളറാണ്, അതുകൊണ്ടാണ് അവരെ ഗോരോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗോരോ കെ ഡർ സെ, അവരുടെ പേടിയോണ്ട്, ഈ ബ്രിട്ടീഷേഴ്സിന്റെ പേടിയോണ്ട് ദില്ലി വാലോമേ ഭഗ്ദഡ് മച്ച് ഗയി, ഓട്ടം പാച്ചലായി. കാരണം അവർ ആ നാട് വിടാനും ഇവർ ആ അന്യായമായിട്ട് എന്ത് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരെ കൊല്ലുകയാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു പേടി വന്നപ്പോൾ അവർക്ക് ആകെ വെപ്രാളമാവാൻ തുടങ്ങി. അവർ ഡൽഹി വിടാൻ തുടങ്ങി. അപ്നി ജാൻ ബച്ചാക്കർ വേ ഭാഗ് നിക്ലെ, കുറേ പേരൊക്കെ ആ സ്ഥലം വിട്ട് പോയി. ജിസ് ഗലി മേ രഹത്താ ഹൂം ഉസ്മേ സിർഫ് 10-12 ഘർ ഹി थे. ഏത് സ്ട്രീറ്റിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ 10-12 വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗലി മേ ഘുസ്നെ കാ സിർഫ് ഏക് ഹി രാസ്ത താ, ആ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഏക ഒരു വഴിയായിരുന്നു. നമ്മൾ ജാലിയൻവാല ബാഗിൽ കണ്ടില്ലേ, ഒരു വഴി കൂടെ മാത്രമേ കയറാൻ പറ്റിയിരുന്നേ ഉള്ളൂ. അതേമാതിരി ഏത് സ്ട്രീറ്റിലാണ് മിർസ ഗാലിബ് താമസിച്ചിരുന്നത് അവിടെ 10-12 വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വഹാ കോയ് കുവാ നീ താ, അവിടെ കിണറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളത്തിന് വേണ്ടി അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. जो लोग भाग नहीं पाए उन सब ने मिलकर गली का दरवाजा भीतर से बंद कर दिया और वहाँ पत्थर रख दिया. ആരൊക്കെയാണ് ആ സ്ഥലം വിട്ട് ഓടിപ്പോവാൻ പറ്റാണ്ട് ആയത്, അവർ ആ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടുത്തെ വലിയൊരു ഡോറുണ്ട്, കവാടമുണ്ട്. ആ ഡോറിനെ, വലിയൊരു ഡോറിനെ അടച്ച് ബ്രിട്ടീഷേഴ്സ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനടച്ച് വലിയൊരു കല്ല് അതിൻ്റെ അടുത്ത് വെച്ചു, പെട്ടെന്ന് തുറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ദർവാജ ഭീതർ സെ ബന്ദ് കർ ദിയ और वहाँ पत्थर रख दिया. പത്തർ എന്ന് പറയുന്നത് കല്ല്, അവിടെ കല്ല് വെച്ചു. घरों में खाने पीने का जितना सामान था धीरे धीरे खत्म होने लगा. ഇനി ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഭക്ഷണത്തിനുള്ള ഖാനെ പീനെ, കഴിക്കാനും കുടിക്കാനുമുള്ള സാധനങ്ങൾ കുറേശ്ശെ കഴിയാൻ തുടങ്ങി. ധീരെ ധീരെ ഖത്തം ഹോനെ ലഗ, ഖത്തം എന്ന് വെച്ചാൽ തീരാൻ തുടങ്ങി. പാനിക്ക് ബഡി ദിക്കത്ത് തീ, ദിക്കത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, വെള്ളത്തിൻ്റെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നു. പാനിക്ക് ബഡി ദിക്കത്ത് തീ, വെള്ളത്തിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നു. ലോഗ് ബഡേ സാവധാനി സെ ആഹിസ്ത ഉസ് പാനി കോ പീ രഹേ थे. ബഡേ സാവധാനി എന്ന് വെച്ചാൽ വലിയ പ്രിക്കോഷൻസ് എടുത്തിട്ട്, അല്ല സൂക്ഷിച്ചുകൊണ്ട് ആ വെള്ളത്തിന്, ആഹിസ്ത എന്ന് വെച്ചാൽ പതുക്കെ കുറേശ്ശെ അവർ ആ വെള്ളം അത്രയും സൂക്ഷിച്ചാണ് ഉപയോഗിച്ചിരുന്നത്. അവർ കുറേശ്ശെ ആയിട്ടാണ് അവർ ആ വെള്ളം കുടിച്ചിരുന്നത്. आहिस्ता उस पानी को पी रहे थे, लेकिन आखिरकार वे घड़े भी खाली हो गए. പിന്നീട് എന്തായി, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കിനും ആഖിർക്കാർ മീൻസ് ആഫ്റ്റർ സം ഡേയ്സ്,
എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞേപ്പിക്കണം ആ കുടം ഘടേ എന്ന് പറഞ്ഞാൽ കുടം ആ കുടത്തിൻ്റെ വെള്ളം അവിടെ തീർന്നു പോയി. हो गए. ऐसे में गली में रहने वाले 2 दिन और 2 रात तक भूखे प्यासे समय काटते रहे. അങ്ങനെ ഉണ്ടായപ്പോൾ ആ ഗലി മീൻസ് ആ സ്ട്രീറ്റിൽ 2 ദിവസം വരെ ആൾക്കാർ രാവും പകലും കഴിക്കാണ്ടിയും കുടിക്കാണ്ടിയും നിന്നു. 2 दिन और 2 रात 2 രാത്രിയും 2 പകലും അവർ ഭൂഖേ പ്യാസെ പട്ടിണിയും ദാഹിച്ചും സമയം കാട്ടത്തെ രഹെ സമയം ചെലവഴിച്ചുകൊണ്ട് പോയി. കാട്ടത്തെ രഹെ മീൻസ് ചെലവഴിച്ചുകൊണ്ട് പോയി. लेकिन जब प्यास बर्दाश्त नहीं हुई तो परेशान लोगों ने गली का दरवाजा खोल दिया. പക്ഷേ ഈ ദാഹം നമുക്ക് ഭക്ഷണം പിന്നെയും വിശപ്പ് നമുക്ക് പിന്നെയും പിടിച്ചു നിൽക്കാം, പക്ഷെ ദാഹം പിടിച്ചു നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ അവരെന്താ ചെയ്തേ, ആ സ്ട്രീറ്റിൻ്റെ ആ കതക് ആ ഡോർ കവാടം അവരത് തുറന്നു. खोल दिए. वे पानी की तलाश में बर्तन लेकर निकल पड़े. ബർത്തൻ മീൻസ് പാത്രം, തലാഷ് എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച്. അപ്പോൾ വേ പാനിക്ക് തലാഷ്മേ തലാഷ് എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് വെള്ളം അന്വേഷിച്ച് പാത്രങ്ങൾ എടുത്തിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. നിക്കൽ പടയൻ മീൻസ് പുറത്തേക്ക് പോയി. ലേക്കിൻ പാനി തോ ദൂർ തക് കहीं नहीं था. പക്ഷെ വെള്ളം ദൂരം വരെ എവിടെയും ഉണ്ടായിരുന്നില്ല. शोर बारूद बनाने के काम में आता था. ഷോറ ബാരൂദ് ബനാനേക്ക് കാമേ ആത്താത്ത. ഷോറ എന്ന് പറഞ്ഞത് അത് ബാരൂദ് മീൻസ് വെടിമരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്നതാണ്. ഉസി ഷോരെ കാ പാനി ജബ് ആസ്പാസ് മിലാ തോ ഗലി വാലെ ഉസ് പാനി കോ ഘറോ മേ ലേ ആയ്. അതായത് ഉസി ഷോറോക്ക പാനി അവിടുന്ന് ഒഴുകണ ഈ ബാരൂദ് മീൻസ് വെടിമരുന്ന് ഉണ്ടാക്കണ വെള്ളം, അത് പൊട്ട വെള്ളമാണ്. ആ വെള്ളം അവിടുന്ന് ഒഴുകണ കണ്ടപ്പോൾ ആ വെള്ളം അവർ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. आस पास मिला तो गली वाले उस पानी को घरों में ले आए. വീട്ടുകളിലേക്ക് കൊണ്ടുവന്നു. वैसे जहरीले पानी को पीकर ही उन्होंने प्यास बुझाई. ജഹരീല മീൻസ് വിഷമുള്ളത്. ആ വിഷമുള്ള വെള്ളം കുടിച്ചിട്ട് അവരവരുടെ ദാഹം തീർത്തു. वह पानी इतना कड़वा और बदबूदार था कि जैसे लोग पानी नहीं मौत पी रहे हैं. ആ വെള്ളം കടുവ മീൻസ് കയ്പുള്ളത്, അത്രയും കടുവ മീൻസ് അത്രയും കയ്പുള്ളതും और बदबूदार പൊട്ട മണമുള്ളത്. ബദ്ബുദാർ था कि लोग जैसे पानी नहीं मौत पी रहे हैं. ആൾക്കാർ വെള്ളമല്ല കുടിക്കുന്നത്, മരണമാണ് കുടിക്കുന്നത് എന്ന രീതിയിലാണ് അവർ കുടിച്ചേർന്നത്. ഏക് ദിൻ ബർസാത്ത് ഹുയി. ഒരു ദിവസം മഴ പെയ്തു. ഖൂബ് പാനി ബർസ. കുറേ മഴ പെയ്തു. ഖൂബ് എന്ന് വെച്ചാൽ കുറേ മഴ പെയ്തു. ഹംനെ ഏക് ചാദർ ബാന്ധ്ലി. അവിടെ ഇവരൊരു ഷീറ്റ് കെട്ടി. और एक मटका उसके नीचे रख दिया. അതിന് താഴെ വലിയൊരു കുടം വെച്ചു. वह पानी ही उस वक्त हमारे लिए सबसे बड़ी दौलत थी. ദൗലത്ത് മീൻസ് നമ്മളുടെ ധനം അല്ലെങ്കിൽ നമ്മളുടെ സമ്പത്ത് എന്ന് പറയുന്നത്. ദൗലത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ ഇവർക്ക് ആ വെള്ളമായിരുന്നു വക്ത് എന്ന് വെച്ചാൽ ആ സമയം. ഈ വെള്ളമായിരുന്നു ആ സമയം അവർക്ക് ഏറ്റവും വലിയ ദൗലത്ത് എന്ന് പറയുന്നത് വസ്തു അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ബഹുമൂല്യമായ സാധനം ആയിരുന്നു അത്. സമ്പത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്പത്ത് ആ സമയത്ത് അവരുടെ ഈ മഴവെള്ളം കിട്ടിയതായിരുന്നു. അസലി മുസീബത്ത് 5 ഒക്ടോബർ 1857 को आई. മുസീബത്ത് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം വന്നത് 5 ഒക്ടോബർ 1857 വന്നത്. ജബ് കുച്ച് അംഗ്രേജ് മേരെ ഘർ മേ ഘുസായി. കുറച്ച് അംഗ്രേജ് ബ്രിട്ടീഷേഴ്സ് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ വീട് എന്ന് പറഞ്ഞത് ഇവിടെ മിർസ ഗാലിബിൻ്റെ വീട്ടിലേക്ക് വന്നു. उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ भी कुछ पड़ोसियों को भी गिरफ्तार कर दिया. गिरफ्तार എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. जब कुछ अंग्रेज मेरे घर में घुस आए, കുറച്ച് ബ്രിട്ടീഷേഴ്സ് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ ही कुछ पड़ोसी को भी गिरफ्तार कर दिया. അവർ എൻ്റെ 2 കുട്ടികളും അതിൻ്റെ ഒപ്പം എൻ്റെ വീട്ടിൽ പണി ചെയ്തിരുന്ന നൗക്കർ മീൻസ് പണിക്കാർ, ആ പണിക്കാരെയും പിന്നെ പടോസി മീൻസ് നെയ്ബേഴ്സ്, എൻ്റെ കുറച്ച് നെയ്ബേഴ്സിനെയും അവർ പിടിച്ച് കൊണ്ടുപോയി. ഗിരഫ്താർ മീൻസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. വഹാ സെ കുച്ച് ദൂരി പർ कर्नल ब्राउन नामक एक अंग्रेज अफसर था. അവിടുന്ന് കുറച്ച് ദൂരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ഓഫീസർ ഉണ്ടായിരുന്നു. കേർണൽ ബ്രൗൺ എന്ന് പറഞ്ഞ ആ പേരായിരുന്നു ആ ബ്രിട്ടീഷ് ഓഫീസറിൻ്റെ. कर्नल ब्राउन नामक एक अंग्रेज अफसर था. अफसर എന്ന് പറഞ്ഞ ഓഫീസർ ഉണ്ടായിരുന്നു. गिरफ्तार किए गए लोग एक एक करके उसके सामने पेश किए जा रहे थे. അറസ്റ്റ് ചെയ്ത ഓരോ വ്യക്തികളെയും ഈ കേർണലിൻ്റെ മുന്നേ
कर्नल ब्राउन മുന്നിൽ ഓരോ വ്യക്തികളെയും മുന്നോട്ട് കൊണ്ടുവരികയായിരുന്നു. പേഷ് കർ രഹത്തെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുവരികയായിരുന്നു, അയാളുടെ മുന്നോട്ട് കൊണ്ടുവരികയായിരുന്നു. ബ്രൗൺ കച്ചേര സുറുഖ് था. സുറുഖ് മീൻസ് ഇത്തിരി വയസ്സായ ആൾക്കാരുടെ മാതിരിയായിരുന്നു ആളുടെ മുഖം. ആഖേ ഭി ലാൽ ലാൽ थी. കണ്ണും ചുമന്നതായിരുന്നു. उसकी ऊंचाई 6 फुट से भी ज़्यादा थी. ആളുടെ ഹൈറ്റ്, ഊഞ്ചായി മീൻസ് ഹൈറ്റ്, 6 അടി 6 അടിയെക്കാട്ടിലും കൂടുതലായിരുന്നു. ഉസ്നെ മുझसे पूछा. ആൾ എന്നോട് ചോദിച്ചു, आप क्या करते हैं? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? मैंने कहा उर्दू में कविता लिखता हूँ. അപ്പോൾ മിർസ ഗാലിബ് പറഞ്ഞു, ഞാൻ ഉറുദുവിൽ കവിത എഴുതുന്ന ആളാണ് എന്ന്. तो तुम पोएट हो. അപ്പോൾ ആള് പറയാം, അതിൻ്റെ അർത്ഥം നിങ്ങളൊരു പോയറ്റാണ്. उसने कहा. ആള് പറഞ്ഞു, मेरा सिर हिलाकर हामी भरी. हाँ, ഹാമി എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞിട്ട് ആള് തലയിട്ട് ആട്ടിയിട്ട് യെസ് എന്ന് ഹാ എന്ന് പറഞ്ഞു. मेरे जवाब से ब्राउन को खुशी हुई. ഈ മിർസ ഗാലിബിന്റെ മറുപടി കേട്ടിട്ട് ബ്രൗണിന് ഭയങ്കര സന്തോഷമായി. उसने अपने सिपाहियों को हुक्म दिया, इनका इंतजाम के साथ घर इनको इज्जत के साथ घर वापस छोड़ाओ. അപ്പോൾ ഈ ബ്രൗണിന് ഭയങ്കര സന്തോഷമായിട്ട് ആളുടെ സിപ്പായി മീൻസ് സൈനികരനോട് പറഞ്ഞു, ഹുക്കും കിയ എന്ന് പറഞ്ഞാൽ, ഹുക്കും ദിയ എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്തു ഈ വ്യക്തിനെ ഇസ്സത്ത് കെ സാത്ത്, ഇസ്സത്ത് എന്ന് വെച്ചാൽ വിത്ത് ഓൾ റെസ്പെക്റ്റ്, ഇയാളെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടിട്ട് വായോ എന്ന് പറഞ്ഞു. मैंने कर्नल ब्राउन से निवेदन किया कि मेरे साथ गिरफ्तार किए गए पड़ोसी बेहद सीधे साधे लोग हैं, उन्हें भी रिहा कर दिया जाए. मैंने कर्नल ब्राउन से, मैंने എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മിർസ ഗാലിബാണ്. മിർസ ഗാലിബ് ബ്രൗണിനോട് നിവേദനം ചെയ്തു. നിവേദനം എന്ന് വെച്ചാൽ അപ്പീൽ ചെയ്തു, കെഞ്ചി പറഞ്ഞു. മേരെ സാത്ത്, എൻ്റെ കൂടെ അറസ്റ്റ് ചെയ്ത് എൻ്റെ പടോസി എന്ന് പറഞ്ഞാൽ നെയ്ബേഴ്സിനെയും, ബേഹദ് സീതേ സാധേ വളരെ പാവപ്പെട്ടവരും നേരെ സ്ട്രെയിറ്റ് ഫോർവേഡുമുള്ള ആൾക്കാരാണ്, അവരെയും വിടാൻ വേണ്ടിയിട്ട്. റിഹാ കിയാ ജായ് എന്ന് പറഞ്ഞാൽ റിഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയും വിടാൻ വേണ്ടിയിട്ട്. ये लोग भी कविता करते हैं मैंने कहा. അപ്പോൾ മിർസ ഗാലിബ് പറഞ്ഞു, ഇവരും കവിത എഴുതുന്ന ആൾക്കാരാണ്, പോയറ്റാണ്, ഇവരെയും വിടാൻ വേണ്ടിയിട്ട്. कर्नल ने उनको भी घर जाने की इजाज़त दे दी. कर्नल അവരെയും വീട്ടിലേക്ക് പോകാനുള്ള परमिशन കൊടുത്തു. इजाज़त मीन्स परमिशन കൊടുത്തു. इस तरह कविता के कारण उस रोज करीब 50 आदमियों की जान बच गई. ഈ കവിത ചെയ്യുന്ന കാരണം, ഈ പോയട്രി ചെയ്യുന്ന കാരണം ഒരു 50 ആൾക്കാരെ ആ ദിവസം അവരെ ഫ്രീ ആക്കി, അവരുടെ ജീവിതം രക്ഷപ്പെട്ടു. ജാൻ ബച്ച് ഗൈ മീൻസ് ലൈഫ് സേവ് ആയിന്ന്. നെക്സ്റ്റ് പേജ് 32 ആണ് എടുക്കുന്നത്. ഹം ഗലി വാലോനെ തോ കിസി തര അപ്നെ പ്രാൺ ബച്ചാ ലിയേ थे. ഞങ്ങളുടെ സ്ട്രീറ്റിലുള്ള ആൾക്കാർ എങ്ങനെയൊക്കെ അവനവൻ്റെ ജീവിതം, പ്രാൺ മീൻസ് ജീവൻ രക്ഷപ്പെടുത്തി. മഗർ മേ ഉൻ 1000 അഭാഗ്യ ദില്ലി വാലോ കെ ബാരെ മേ ക്യാ കഹൂം. പക്ഷെ അങ്ങനെ 1000 കണക്കിന്, ഹജാറോ മീൻസ് 1000 കണക്കിന്, ദില്ലി വാല എന്ന് പറഞ്ഞാൽ ഡൽഹിയിലുള്ള ആൾക്കാരെ പറ്റിയിട്ട് എന്താണ് പറയേണ്ടത്? ജോ ഹവാലത്ത് और कैदखाने में बंद कर दिए गए थे. ഹവാലത്തും ഖാന എന്ന് പറഞ്ഞത് ജയിലാണ്. ജയിലിൽ അവരെ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അവനെ പറ്റിയിട്ട് ഞാൻ എന്താണ് പറയണ്ടേ? ജോ ഹവാലത്ത് और कैदखाने में बंद कर दिए गए थे. ജയിൽ ഷഹർ സെ ബാഹർ थी. ജയിൽ എന്ന് പറയുന്നത് ആ ടൗണിന്റെ പുറത്തായിരുന്നു. ഷഹർ സെ और ഹവാലത്ത് ദില്ലി കെ ഭീത്തർ. ഹവാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിലിന് തന്നെയാണ് വേറെ ഒരു പേര് ഹവാലത്ത് എന്ന് പറഞ്ഞത്. അത് ഡൽഹിയുടെ ഉള്ളിലായിരുന്നു. इन दोनों ही जगहों में बेशुमार बेगुनाह को टूस कर भर दिया गया था. बेशुमार എന്ന് പറയുന്നത് ധാരാളമായി, ബേഷുമാർ ബേഗുനാഹ് എന്ന് പറയുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ഇന്നോസെന്റ് ആയ ആൾക്കാർ. അപ്പോൾ വളരെയധികം ഇന്നോസെന്റ് ആയ ആൾക്കാരെ ടൂസ് കർ എന്ന് വെച്ചാൽ കുത്തി നിറച്ച് ഈ ഇവിടെയൊക്കെ ഇട്ടുണ്ടായിരുന്നു, ഈ ജയിലിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഭർ ദിയ ഗയാ था. इस कदर भर दिया गया कि लगता था आदमी के भीतर आदमी समा जा रहा है. ഈസ് കദർ എന്ന് വെച്ചാൽ ഈ രീതിയിൽ അവരെ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ തോന്നും ഒരു മനുഷ്യന്റെ ഉള്ളിൽ മറ്റൊരു മനുഷ്യനെ കയറ്റിയേക്കാം, അതായത് ഒരു മനുഷ്യന്റെ മുകളിൽ മറ്റൊരു മനുഷ്യനെ വെച്ചേക്കണം. അത്രയും അധികം ആൾക്കാർക്ക് ശ്വാസം കിട്ടാത്ത രീതിയിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാസ് ലേനേക്ക് ബി ദിക്കത്ത് ഹോ രഹി തി. ശ്വാസം എടുക്കാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. ദിക്കത്ത് മീൻസ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
इन दिनों में कैद खानों के बंदियों को बंदिया मीन्स अरेस्ट ചെയ്ത ആൾക്കാരെയാണ് പറയുന്നത് बंदियों को बाद में फांसी दे दी गई नहीं मालूम कितने लाख लोग मार डाले गए അപ്പോൾ ഇതിനു പറഞ്ഞ ആഫ്റ്റർ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഖൈദ് ഖാനേമേ ബന്ദിയ അതായത് ഈ ജയിലിൽ കിടക്കണ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ ബന്ദിയ മീൻസ് അറസ്റ്റ് ചെയ്ത ആൾക്കാരെ പിന്നീട് കഴിഞ്ഞിട്ട് അവരെ തൂക്കിക്കൊന്നു ഫാസി ദേദിയ എന്ന് പറഞ്ഞത് തൂക്കിക്കൊന്നു നെയ് മാലം കിത്നെ ലാഖ് ലോഗ് മാറിഡാലേഗ ആർക്കും അറിയില്ല എത്ര ലക്ഷം ആൾക്കാരെയാണ് ഇവിടെ കൊല്ലപ്പെട്ടത് ഇനി കുറച്ച് ഭാഗം കൂടി എടുക്കാനുണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സർ ക്ലാസ് എടുക്കുന്നതാണ് ബൈ ഹാവ് എ നൈസ് ഡേ